ഒരുപാട് കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് നോക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ കൊറിയൻ ഫേസ് പാക്കും. ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. കൊറിയൻ സ്കിൻ എന്ന് പറയുന്നത് അവരുടെ വേറെ സ്കിൻ, അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഹാബിറ്റും എല്ലാം വേറെയാണ്, നമ്മളെ പോലെയല്ല. എന്നാലും നമ്മുടെ ഫേസിൽ വീക്ക്ലി 1 or 2 നല്ലൊരു ഫേസ് പാക്കണം. പലർക്കും കറ്റാർവാഴ അലർജിയാണ്, അതുകൊണ്ട് അത് പറ്റില്ല. എങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നൊരു സാധനമാണ് നമ്മുടെ റൈസ്, അരി എന്ന് പറയുന്നത്. പക്ഷെ അരി എടുക്കുമ്പോൾ വൈറ്റ് റൈസ് തന്നെ, വൈറ്റിൻ്റെ ഏത് അരി വേണോ എടുത്തോ ഒരു കുഴപ്പമില്ല. വൈറ്റ് റൈസ് എടുക്കുക, കുറച്ച് ആവശ്യത്തിന് എടുക്കണം, ഫേസിലിടാൻ വേണ്ടി മാത്രമാണ്. അത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് വെള്ളവും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചോറിന് വേവിക്കത്തില്ല, അതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ച് തണുത്തതിന് ശേഷം അതിലുള്ള വെള്ളവും കൂടെ ചേർത്ത് തന്നെ നിങ്ങൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരയ്ക്കണം. വേറൊന്നും വേണ്ട. ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് ഗ്ലിസറിനും കൂടെ അതിൽ ചേർത്താൽ മതി. വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡ്രൈ സ്കിൻ അല്ല എങ്കിൽ ഈ ഒരു റൈസ് വാട്ടർ എങ്ങനെയാണ് നമ്മുടെ ഫേസിലിടാൻ വേണ്ടി ആ ഒരു സ്റ്റേജിൽ അരച്ചെടുക്കുക. വീക്ക്ലി 2 നിങ്ങൾ ഈ ഒരു സംഭവം ഫേസിൽ ചെയ്ത് നോക്കി, നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ഫേസിന് ഉറപ്പായിട്ടും കിട്ടും. പോസ് ആണെങ്കിലും പിമ്പിൾസ് ആണെങ്കിലും ഡ്രൈനെസ് ആണെങ്കിലും അതുപോലെ തന്നെ ടാൻ ആണെങ്കിലും എല്ലാത്തിനും സ്കിൻ ചേഞ്ച് തന്നെ മാറാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മുടെ റൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം റൈസിൻ്റെ തന്നെ പലതരം റൈസ് പാക്ക്, അതുപോലെ തന്നെ റൈസ് സ്ക്രബ്, പിന്നെന്താ റൈസ് വാട്ടർ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ഒരു പാക്ക് നിങ്ങൾ ഡെയിലി വേണ്ട, വീക്ക്ലി 2 ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ലത്. ഫേസിൽ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ, നിങ്ങളുടെ കയ്യിൽ ടാൻ ഉണ്ടെങ്കിൽ കുറച്ച് കറ്റാർവാഴ, ഇല്ല എങ്കിൽ കറ്റാർവാഴ പ്രോബ്ലം ആണെങ്കിൽ കുറച്ച് റോസ് വാട്ടർ, കുറച്ച് ഗ്ലിസറിന്, പിന്നെ വേണ്ടത് ഈ ഒരു പാക്കും കൂടെ, 3 കൂടെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഫേസിലും കയ്യിലും ഇട്ടോ. നല്ലൊരു ചേഞ്ച് ഉറപ്പായിട്ടും കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസിലെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഞാൻ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് നോക്കിയേക്കണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ